Peace be upon you, dear children. Let us continue our lesson amines. And in last class, we started one reaction of amine, that was acylation of amines. Acylation means adding of acyl group. This is acyl group. CH3CO group is called acyl group. And this can be added to amine by using any of this reagent, either acid chloride or acid anhydride or ester. And this will occur only for primary or secondary amines. And this can be possible with aliphatic as well as aromatic amines. And with which type of amine it is not possible? It is not possible with the tertiary aliphatic or tertiary aromatic amines. Do you know why? Because in tertiary amines there will not be any hydrogen atom on nitrogen. And in acylation, usually one of the hydrogen atom of amine on nitrogen, hydrogen atom of nitrogen, hydrogen atom on nitrogen of amine will be replaced by acyl group. So acyl ഗ്രൂപ്പിന് റീപ്ലേസ് ചെയ്യാൻ മിനിമം ഒരു ഹൈഡ്രജൻ എങ്കിലും വേണം. രണ്ടെണ്ണമായാലും ഓക്കെ, ബട്ട് ഒരു ഹൈഡ്രജനും ഇല്ല എങ്കിൽ ഈ അസൈലേഷൻ നടക്കില്ല. ദാറ്റ് ഈസ് വൈ ടെർഷ്യറി അമീൻസ് വിൽ നോട്ട് അണ്ടർഗോ acylation reaction. Okay, then and this is a nucleophilic substitution reaction. You know what happens during this reaction? This CO, always there will be a shifting of electron towards oxygen. Then here there will be a positive pole will be created, and this will get attacked by the lone pair on nitrogen. ഓക്കെ, ഈ ലോൺ പെയർ ഈ പോസിറ്റീവ് പാർഷ്യലി പോസിറ്റീവ് ചാർജ് ഇവിടെ അക്വയർ ചെയ്യും, അതിനത് അറ്റാക്ക് ചെയ്യും. ദെൻ ഡു യു നോ വാട്ട് വിൽ ഹാപ്പൻ? സോ C2H5 NH, this I wrote down word. ദെൻ ഈ ബോണ്ട് സിയിലോട്ട്, ഈ ലോൺ പെയർ യൂസ് ചെയ്ത് സിയിലോട്ട് ഒരു കണക്ഷൻ വരും. ദെൻ ഹിയർ ദർ വിൽ ബി O minus, and here there will be Cl, and here there will be CH3, because ഈ ഷിഫ്റ്റിംഗ് വഴിയാണ് ഇത് O minus ആയത്. ദെൻ ഇവിടെ H ഉണ്ട്, ആൻഡ് ഹിയർ ദർ വിൽ ബി പ്ലസ് ചാർജ്. ഹൗ? ഈ ലോൺ പെയർ ആണ് ഈ പുതിയ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തത്, അതാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തത്. ടോട്ടൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉള്ളതുകൊണ്ട് ഇത് പഴയതുപോലെ ഇതിനെ പോലെ തന്നെ ന്യൂട്രലാണ്. ദെൻ ഇതിങ്ങനെ നിൽക്കില്ല, ബിക്കോസ് ഇത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഈ Cl ഇലക്ട്രോണിനെയും കൊണ്ട് ഇവിടുന്ന് ലീവ് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു വാലൻസി സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡബിൾ ബോണ്ട് എഗെയിൻ വിൽ ബി ക്രിയേറ്റഡ്. അപ്പോൾ ഈ ഹൈഡ്രജൻ, ഇതിൻ്റെ ലോൺ പെയർ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, അതിന് ആ ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ടിൻ്റെ പെയർ ഇതിനിവിടെ കൊടുത്ത് അത് H+ ആയിട്ട് പോകും. അപ്പോൾ ആരൊക്കെയാണ് ഇവിടുന്ന് ലീവ് ചെയ്യുന്നത്? ഇത് H+ ആയിട്ടും Cl ആ പെയറിനെയും കൊണ്ട്, ഇലക്ട്രോൺ പെയറിനെ കൊണ്ടാണ് പോകുന്നത്. സോ അവിടെ Cl- ആയിട്ടും. സോ H+ഉം Cl- കൂടെ ചേർന്നാൽ അത് എന്തായി? ദർ ലിബറേറ്റഡ് -HCl. ദിസ് ഇസ് ദ ലീവിങ് ഗ്രൂപ്പ്. അപ്പോൾ ഇവർ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പോയിട്ട് ഈ മോളിക്യൂൾ എന്താവും? ഒരു H പോയി, ദെൻ 1 H ഇസ് ദർ. ദെൻ ഈ ബോണ്ട് അതേപോലെ നിൽക്കും, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഈ Cl പോയി, ദെൻ CH3. റൈറ്റ്? സോ വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ടോട്ടൽ ഹിയർ? നമുക്കിതിനെ വെറുതെ അങ്ങ് എഴുതുകയാണെങ്കിൽ ഈ റിയാക്ഷനെ നമുക്ക് നേരെ ഇങ്ങനെയും എഴുതാം. ബിക്കോസ് ഏതെങ്കിലും ഒരു റിയാക്ഷൻ തരുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റെപ്പ് കാണിക്കാതെ നേരെ ഇങ്ങോട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിലത്തെ ഒരു ഹൈഡ്രജൻ, നൈട്രജൻ്റെ മുകളിലുള്ള ഒരു ഹൈഡ്രജനും അടുത്തുള്ള ഒരു Cl-ഉം കൂടെ ആണ് പോയി, ദെൻ ഇത് ഇങ്ങോട്ട് കണക്റ്റായി, ദെൻ C2H5 ഇവിടെയുള്ള NH, ദെൻ CO CH3. So this group is getting attached to the nitrogen atom and it replaced the hydrogen.
So this is a nucleophilic substitution reaction and its name is N-ethyl ethanamide. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഇതാണ് പിന്നെ പാരൻ്റ് ആവുക. CO വരുന്ന ഭാഗം പാരൻ്റ് ആവും, റൈറ്റ്? എഥനോയിക് ആസിഡിൻ്റെ ഭാഗം പാരൻ്റ് ആവും. ദെൻ ഈ ഭാഗം ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് മാത്രമാവും. അപ്പോൾ എന്നിൻ്റെ മുകളിൽ ഈഥൈൽ. സോ N-ethyl. പിന്നെ ഈ ഭാഗത്തിന് പറയുന്നതാണ് എഥനമൈഡ്. CO ഗ്രൂപ്പും NH ഗ്രൂപ്പും ഒരുമിച്ച് വരുന്നതിനെ നമ്മൾ അമൈഡ് എന്ന് വിളിക്കും. സോ അതിൻ്റെ ഇവിടെയുള്ള കാർബണിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇതിനടക്കം നമ്മൾ എഥനമൈഡ് എന്ന് പേരിടും. ഈ HCl, അപ്പോൾ ഈ റിയാക്ഷനിൽ ആസിഡ് ക്ലോറൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ പിരിഡിൻ ബേസിൻ്റെ പ്രസൻസിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വി ക്യാൻ കണ്ടക്ട് ഇൻ പ്രസൻസ് ഓഫ് പിരിഡിൻ. എന്തിനാണ് ഈ പിരിഡിൻ യൂസ് ചെയ്യുന്നതെന്നറിയോ? പിരിഡിൻ ഉണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ബേസാണ്, അമീനേക്കാളും സ്ട്രോങ് ബേസാണ്. സോ ഇറ്റ് റിമൂവ്സ് HCl. സോ ഈ ഉണ്ടാവുന്ന സൈഡ് പ്രൊഡക്റ്റിനെ പെട്ടെന്ന് റിമൂവ് ചെയ്താൽ ഈ റിയാക്ഷൻ ഫോർവേഡിലോട്ട് വേഗം പോകും. സോ ഈ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് നന്നായി നടക്കും. അതായത് ഈ അസൈലേഷൻ കുറച്ചും കൂടെ ഈസിയായി നടക്കും. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചത് ആസിഡ് ക്ലോറൈഡ് വെച്ചിട്ടാണ്. ഇനി നമുക്കൊരു റിയാക്ഷൻ ആസിഡ് അൺഹൈഡ്രൈഡ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ ആസിഡ് അൺഹൈഡ്രൈഡ് ഒരു സെക്കൻഡറി അമീൻ എടുത്ത് നോക്കിയാലോ. ഇവിടെ പ്രൈമറി അല്ല എടുത്തത്. അപ്പോൾ ഒരു സെക്കൻഡറി അമീൻ എടുക്കാം. C2H5 NH. ഓക്കെ, then here this is a secondary amine C2H5 N-ethyl ethanamine ആണത്. then acid anhydride. ആസിഡ് അൺഹൈഡ്രൈഡിനെ നമുക്ക് CH3CO twice O എന്നും കാണിക്കാം. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഇല്ലാണ്ട് ഒഴിവാക്കി കാണിക്കുകയാണെങ്കിൽ ഈ ഓൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതേ ഗ്രൂപ്പ്. സോ O നടുവിൽ ഇപ്പുറത്തും CH3CO ഇപ്പുറത്തും CH3CO. സോ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ആസിഡ് അൺഹൈഡ്രൈഡ് ഇതിലേത് പോലെ നമുക്ക് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ഈ ഉള്ള ഹൈഡ്രജനും പോവും. ദെൻ നമ്മൾ അസൈൽ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി ഭാഗവും പോവും. നേരത്തെ അസൈൽ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ Cl ആയിരുന്നു. പക്ഷേ ഇവിടെ അസൈൽ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി ഇത്രയുണ്ട്. ഇതാണ് CH3CO ആണ് അസൈൽ ഗ്രൂപ്പ്. അതൊഴിച്ച് ബാക്കി ഇത്രയുണ്ട്. അപ്പോൾ ഇത് Hൻ്റെ കൂടെ പോവും. പിന്നെ ഈ സംഭവം അസൈൽ ഗ്രൂപ്പ് നേരെ ആ H ഇരുന്നോടുത്ത് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? C2H5 N. ഇവിടെ എന്ത് വന്നു? COCH3. ധാര അറ്റാച്ച് ചെയ്തേ ഇയാൾ ഹൈഡ്രജൻ ഇരുന്നോടുത്ത് പോയിട്ട് അറ്റാച്ച് ചെയ്തു. ദെൻ ഇവിടെ എന്തുണ്ട്? C2H5 തന്നെ ഉണ്ട്. പ്ലസ് സൈഡ് പ്രൊഡക്റ്റ് എന്തായിരുന്നു? ഈ ഇത്രയും ഭാഗവും പ്ലസ് എച്ചും. സോ ദാറ്റ് വാട്ട് ഇസ് ദാറ്റ്? CH3COOH. സോ ഇവിടെ കിട്ടിയ 2 പ്രൊഡക്റ്റ് ഏതാണ്? ഒന്ന് അസറ്റിക് ആസിഡും ഇതിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു CO വന്നു കഴിഞ്ഞാൽ ആ ഭാഗമാണ് പാരൻ്റ്. സോ ഇഥനോയിക് ആസിഡ് എന്നുള്ള ഭാഗമാണ് പാരൻ്റ്. ഈ എഥനോയിക് ആസിഡിന് N വന്നാൽ എഥനമൈഡായി, റൈറ്റ്? അപ്പോൾ അതൊരു അമൈഡായി മാറി. ദെൻ അതിൻ്റെ മുകളിൽ രണ്ട് വോട്ട് വി ക്യാൻ സേ 2 ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇതിൻ്റെ പേരിങ്ങനെയാണ് വരിക, NN ഡൈ ഈഥൈൽ എഥനമൈഡ്. ഓക്കെ, സോ ഈ എഥനമൈഡ് എന്നുള്ള പേര് വരുന്നത് ഇതാ CH3CON. അപ്പോൾ വെറും എഥനമൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അത് മനസ്സിലാവണം. വെറും എഥനമൈഡ് എന്ന് വെച്ചാൽ ഇതാണ്. ദിസ് ഇസ് സിംപ്ലി എഥനമൈഡ്. ഓക്കെ, ഈ എഥനോയിക് ആസിഡിന് OH ഒഴിവാക്കി NH2 വന്നാലാണ് എഥനമൈഡ്. അവിടെ ഈ Hന് പകരം 2 ഈഥൈൽ ഗ്രൂപ്പ് വന്നു. സോ ഇറ്റ്സ് നെയിം NN ഡൈ ഈഥൈൽ എഥനമൈഡ്. ഡിഡ് യു ഗെറ്റ്? ഈ നെയിമിങ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ. സോ ആസിഡ് വെച്ച് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? എസ്റ്റർ വെച്ചിട്ട് ലെറ്റസ് ഡു. എസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു അരോമാറ്റിക് പ്രൈമറി അമീനാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് അനിലിൻ C6H5NH2. ദെൻ CH3COOCH3 മീഥൈൽ മെഥനോയേറ്റ്
ഓക്കെ, ഈ മീഥൈൽ എഥനോയേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇതിൽ നമ്മളിതിന് ഏത് ഭാഗമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ CH3CO ഭാഗം എന്തിനെ റീപ്ലേസ് ചെയ്യും? ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത്, ഹൈഡ്രജൻ ഇവിടെ അല്ല ഇടേണ്ടി വരുന്നത്, CH3CO ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ പോയിരിക്കും. ഓക്കെ, ഇനി ഇട്ട് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെ കാണിക്കാം, അത് ഇതിൻ്റെ പ്ലേസിൽ പോയിരിക്കും. അപ്പോൾ ഈ H ആരുമായിട്ട് പോവും? ഈ H ബാക്കിയുള്ള ഗ്രൂപ്പുമായിട്ട് പോവും. അപ്പോൾ എങ്ങനെ പ്രൊഡക്റ്റ് എഴുതാം? C6H5. അപ്പോൾ നിങ്ങളൊരു Hഉം ഈ CH3CO ഒഴിച്ചുള്ള ബാക്കി ഭാഗവും അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് H ഇരിക്കുന്നിടത്ത് ഇതിനെ കൊണ്ടുപോയി എഴുതുക, അത്രേ വേണ്ടുള്ളൂ. NH ഇരുന്നിടത്ത് ഞാൻ അതിനെ എഴുതി. അപ്പോൾ COCH3. ദെൻ ഈ ഭാഗത്തിന് H അവിടെ തന്നെ ഇട്ടു. പിന്നെ സൈഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ H ഇതിൻ്റെ കൂടെ പോകും. സോ CH3OH നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. ഇതിൻ്റെ പേര് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് 6 കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ CO വരുന്ന ഭാഗമായിരിക്കും പാരൻ്റ് ആവുക. അപ്പോൾ ഇതിൻ്റെ പേര് വരിക N-ഫിനൈൽ എഥനമൈഡ് എന്നാണ് പേര് വരിക. എഥനമൈഡ്. CH3CO NH വരെയുള്ള ഭാഗം എഥനമൈഡ്. ഹൈഡ്രജന് പകരം ഇത് വന്നപ്പോൾ N-ഫിനൈൽ. അപ്പോൾ ഇയാളല്ല പാരൻ്റ്, CO ഉള്ള ഭാഗമാണ് പാരൻ്റ്. ഓക്കെ, സോ സൈഡ് പ്രൊഡക്റ്റ് മെഥനോളും. ഇനി ഈ പറഞ്ഞ പോലെ അസറ്റൈൽ ക്ലോറൈഡിന് പകരം നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ് എടുത്തു എന്ന് വിചാരിച്ചോ. എന്താണ് ഇതിൻ്റെ പേര്? ബെൻസോയിൽ ക്ലോറൈഡ്. അസറ്റൈൽ ക്ലോറൈഡിന് പകരം ബെൻസോയിൽ ക്ലോറൈഡ് എടുത്താൽ ഇവിടെ ബെൻസോയിലേഷൻ നടക്കും. അപ്പോൾ ആ റിയാക്ഷൻ പറയുന്ന പേരാണ് അസൈലേഷനാണ് അതെങ്കിൽ ഇതിന് വിളിക്കുന്ന പേരാണ് ബെൻസോയിലേഷൻ റിയാക്ഷൻ. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുക? അപ്പോൾ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഈ ഹൈഡ്രജനും Cl കൂടെ പോവും. ആ ഹൈഡ്രജൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഈ ഭാഗം ഇരിക്കും. അപ്പോൾ അവിടെ ബെൻസോയിൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തത്. നമുക്ക് C2H5 NH, ഒരു H പോയി, ബാക്കി H ഉണ്ട്. CO C6H5. എന്തായിരിക്കും ഇയാളുടെ പേര്? ഇയാളുടെ പേരാണ് N-ഈഥൈൽ. ഏത് ഭാഗമാണ് പാരൻ്റ് ആവുക? ഈ ഭാഗം, CO വരുന്ന ഭാഗം. അപ്പോൾ ഇത് ബെൻസോയിക് ആസിഡാണ്. C6H5 COOH ബെൻസോയിക് ആസിഡ്. NH വന്ന ബെൻസമൈഡ്, ബെൻസീനമൈഡ് എന്ന് പറയും, ബെൻസമൈഡ്. ബെൻസമൈഡിലെ Nൻ്റെ മുകളിൽ C2H5 വന്ന N-ഈഥൈൽ ബെൻസമൈഡ്. ഓക്കെ, വിത്ത് ആസിഡ് CH3COH ആണെങ്കിൽ ഇത് ആസിഡ്, ഇതൊരു ബേസും അല്ല. അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാവും. സോൾട്ട് ആകുമ്പോൾ നൈട്രജൻ ഹൈഡ്രജനെ വാങ്ങിക്കും, NH3+ഉം ബാക്കിയുള്ളത് ആനയോണായിട്ട് നിൽക്കും. അപ്പോൾ ഇത് പ്ലസും മൈനസും ആയിട്ട് ടോട്ടൽ അത് ഒരു സോൾട്ട് ആവും. കാറ്റയോണും ആനയോണും ഉള്ള ഒരു സോൾട്ട് ഫോർമേ, അതിൻ്റെ കറസ്പോണ്ടിങ് സോൾട്ട് ഉണ്ടാവും.